السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഷൈഖുന വാലമുണ്ടോ ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിലുള്ള ഉലമ, ഉമറ, നേതാക്കൾ, ഇവിടെ കൂടിയ ദേവസ്യ ഫാമിലി മെമ്പേഴ്സും അതുപോലെ ഇവിടെ കൂടിയ എല്ലാ മുഅ്മിനാത്തുകൾ, അള്ളാഹു നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ദേവസ്യ ഫാമിലി ഇതിൻ്റെ ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും പേരിലും ദിക്റും ദുആ മജ്ലിസ് സംഘടിപ്പിക്കുന്ന ഈ വേദി എന്തുകൊണ്ടും ധന്യമാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പരിപാടി നടത്താൻ ഒരു പ്രതികൂല സാഹചര്യമുണ്ട്, മഴ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്ത് അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മഴ കാരണം കൊണ്ട് എത്രയോ ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിന്റെ അടുത്തേക്ക് പോകാതെ പ്രത്യേകിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നമ്മളെ തന്നെ രക്ഷപ്പെടുത്തുക. അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറെ നേരമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ നമ്മൾക്ക് വളരെ അർത്ഥഗർഭിതമായ പ്രസംഗം നടത്തി തന്നു. കുറെ പാട്ടുകളൊന്നും ഉസ്താദ് പാടിയിട്ടില്ല, കുറെ ശൈലിയിലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉസ്താദിന്റെ ചില നിമിഷങ്ങളുടെ വഅദ് തന്നെ നമ്മുടെ ഖൽബിൽ തട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത്രമാത്രം അർത്ഥമുള്ള വഅദുകളായിരുന്നു, നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള. നമ്മൾ 1000 വേദികളിൽ പറഞ്ഞാൽ പോലും ഒരു ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഒരൊറ്റ വേദിയിലുള്ള വഅദിന് പോലും എത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. അള്ളാഹു അങ്ങനെയുള്ള ആലിമീങ്ങൾക്ക് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. കുറെ കാലം അവരുടെ തണലിലായി ദീനി ഖിദ്മത്ത് എടുക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി കളസ ഉസ്താദ് ഇവിടെ വഅദിനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊരു വഅദിന് റെഡിയായിട്ട് വന്നതൊന്നല്ല, പ്രസംഗത്തിനൊന്നും മാറ്റർ റെഡിയാക്കിയിട്ട് വന്നതൊന്നല്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ചില അല്പം വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നതായിട്ട് കാണാം, ലോക ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ വ്യക്തിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞിട്ട് ലോക ചരിത്രത്തിലെ ലോക മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉന്നതരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട നേതാവാണ്, സ്വഹാബികളിലെ പ്രമുഖനാണ്. എന്തുകൊണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ ചങ്ങായിയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പല വിശേഷണങ്ങളുമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിന്റെ ടിക്കറ്റ് അവിടുന്ന് കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എനിക്കൊരു പേടിയുണ്ട്,
എനിക്ക് സ്വർഗത്തിലെ ടിക്കറ്റ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ശരിയാ. എനിക്കൊരു നല്ലൊരു പേടിയുണ്ട്. എന്താണെന്നറിയോ? നാളെ ആഖിറത്തിൽ ഞാൻ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്റെ മോന്റെ കാരണം കൊണ്ട്, എന്റെ കുടുംബത്തിന്റെ കാരണം കൊണ്ട് ഞാൻ നരകത്തിൽ പോകുമോ എന്ന പേടി എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, നാളെ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക അത് കുടുംബത്തെ കാരണം കൊണ്ട് നരകത്തിലേക്ക് പോയവരാണ്. കുടുംബങ്ങളെ കാരണം കൊണ്ട്, മക്കളുടെ കാരണം കൊണ്ട്, ഭാര്യമാരെ കാരണം കൊണ്ട് നരകത്തിൽ പോയവരാണ് കൂടുതൽ ഉണ്ടാവുക എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബത്തെ കാരണം കൊണ്ട് നാളെ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വരാം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് നരകത്തിന്റെ വിറകുകളാകുന്നതിന് തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അൽഹംദുലില്ലാ, എന്തൊരു സന്തോഷമുള്ള കുടുംബമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദേവസ്യ ഫാമിലി ഇന്ന് ഫാമിലി മീറ്റ് എന്ന പേരിൽ എന്തെല്ലാം പാട്ടുകളും ഡാൻസുകളും കോപ്രാട്ടിത്തരങ്ങളും കാണിച്ചുകൊണ്ട്, ഹറാമുകൾ മാത്രമേ ചെയ്തുകൊണ്ട്, ആണും പെണ്ണും ഒരേ സദസ്സിലിരുന്നു കൊണ്ട്, അജ്നബികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഹറാമുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നന്മകളല്ല കിട്ടുന്നത്. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയി ഖബറിൽ സന്തോഷിക്കേണ്ട സമയത്ത് ഈ ഹറാമുകളെ കണ്ടുകൊണ്ടവർ വേദനിപ്പിക്കുന്നൊരവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഫാമിലി മീറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മീറ്റുകളൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യതിരിക്തമായിട്ടാണ് ഇന്ന് ദേവസ്യ ഫാമിലി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഖതമുകൾ ഓതിയും ലക്ഷക്കണക്കിന്റെ തഹ്ലീലുകൾ ചൊല്ലിയും ആയിരക്കണക്കിന്റെ ഇഖ്ലാസ് സൂറത്തും ആയിരക്കണക്കിന്റെ യാസീൻ സൂറത്തുകളുമെല്ലാം ഓതിയിട്ട് ആ മരണപ്പെട്ടു പോയ ഉപ്പാപ്പാന്റെയും ഉമ്മാമാന്റെയും മരുമക്കളും മക്കളും പേരകുട്ടികളുടെ പേരിൽ ഓതുന്ന യാസീനുകളെല്ലാം ഇവരൊക്കെ ഖബറിൽ കിടക്കുമ്പോ അവർക്ക് വലിയ സന്തോഷമാണ്, ആശ്വാസമാണ്, റാഹത്താണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വെള്ളത്തിൽ മുങ്ങിയവൻ ആരെങ്കിലും എന്നെ കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുവോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവന്, ആ ഖബർ എന്ന വലിയ കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നവന് കൈപിടിച്ചുയർത്തുന്നൊരു സുന്ദരമായ ഒരു നിമിഷമാണ്, ഒരു വേദിയാണ് ഈ ഒരു ദേവസ്യ ഫാമിലി മീറ്റ്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അവരുടെ ഖബറിൽ നല്ല റാഹത്ത് ചെയ്തിട്ട് അവരുടെ സർവ്വ തെറ്റുകളെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല മാപ്പാക്കി കൊടുക്കട്ടെ. ദിക്റുൽ അംബിയാഇ അൽ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്, ദിക്റുൽ അംബിയാഇ അൽ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറാ. അംബിയാക്കളെ ഓർത്തുകൊണ്ട് അവരെ മജ്ലിസ് സംഘടിപ്പിക്കുക, അത് ഇബാദത്താണ്. നമ്മളെ പോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പാപ്പാന്റെ പേരിലും ഉമ്മാമാന്റെ പേരിലും നല്ലവരായ നമ്മുടെ മുൻഗാമികളുടെ പേരിലുള്ള മജ്ലിസ് നമ്മൾ ചെയ്ത തെറ്റിന് പാപമോചനമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് എന്തുകൊണ്ടും ധന്യമാണ്. ഇവിടെ നമ്മളെ സ്വാലിഹീങ്ങളെ അനുസ്മരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്തിനെ നമ്മൾ ഓർത്തിട്ടുണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബൈത്തടുക്ക വലിയുള്ളാനെ നമ്മൾ ഓർത്തിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരെ നമ്മൾ ഓർത്തിട്ടുണ്ട്. വദിക്റുസ് സാലിഹീന കഫാറാ.
അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളോദിയ യാസീൻ അവർക്ക് റാഹത്താണ്, ഞങ്ങളോദിയ ഇഖ്ലാസ് അവർക്ക് സന്തോഷമാണ്, ഞങ്ങളോദിയ തഹ്ലീൽ അവർക്ക് സുഖമാണ്, ഞങ്ങളോദിയ എല്ലാ ദിക്റുകളും അവർക്ക് ആഹ്ലാദമാണ്. ഇങ്ങനെല്ലാം മജ്ലിസുകൾ സംഘടിപ്പിക്കുമ്പോ, ഖബറിൽ അവർ ആനന്ദിച്ചു കൊടുക്കുമ്പോ, ഹസ്ന തംബീഹ് എന്ന ഗ്രന്ഥത്തില് ബഹുമാനപ്പെട്ട ഇമാം സമൂഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. നാളെ ആഖിറത്തിൽ ഖബറിൽ മരണപ്പെട്ടു പോയി കിടക്കുന്നവര് രണ്ട് വിഭാഗമാണ്. അവരിൽ ചിലരിങ്ങനെ ഖബറിലുള്ളവരാണെങ്കിലോ, ആരെങ്കിലും എന്റെ കുടുംബത്തിൽ അല്പം ദിക്റുകൾ ചൊല്ലുമോ, എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഫാത്തിഹ ഓതുമോ, എന്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്റെ പേരിൽ തഹ്ലീൽ ചൊല്ലുമോ എന്ന് ദിവസേന വെയിറ്റ് ചെയ്തുകൊണ്ട് അവരാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില ആളുകളുണ്ട്, ഖബറിൽ അവർ റാഹത്തിൽ കിടന്നുറങ്ങുകയാ. അവർക്കൊരു വിഷമമില്ല, ഒരു പേടിയില്ല, ഒരു ബേജാറില്ല. അഭിമാനത്തോടെ അന്തസ്സോടെ പുതിയ പിട ഉറങ്ങുന്നത് പോലെ നല്ല അന്തസ്സോടെ ഉറങ്ങുകയാണ്. അപ്പോഴാ മറ്റു ഖബറാളികൾ അവിടെ ചോദിക്കുന്നുണ്ട്, നിനക്കെന്തേ ടെൻഷനില്ല, എന്തുകൊണ്ട് നിനക്ക് ബേജാറില്ല, നിനക്കെന്തേ വിഷമമില്ല എന്ന് ചോദിക്കുമ്പോ ആ വ്യക്തികൾ പറയുന്നു, എനിക്കൊരു വിഷമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ, എനിക്ക് വേണ്ടതെല്ലാം കെട്ടുകൾ എന്റെ മക്കൾ എനിക്ക് യാസീൻ ഓതുന്നുണ്ട്, എന്റെ കുടുംബങ്ങൾ എനിക്ക് ദിവസം ഫാത്തിഹ ഓതുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ദിവസം കിട്ടേണ്ട ചെലവിനുള്ള ആവശ്യമുള്ള എല്ലാം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്കെന്ത് പേടിയാ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് സുന്ദരമായി കിടന്നിറങ്ങുന്ന ചിലരുണ്ട്. അതുകൊണ്ട് ദേവസ്യ ഫാമിലിയുള്ള നമ്മളെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്കിന്ന് ആഹ്ലാദമാണ്, അവർക്കിന്ന് പിറന്നാളാണ്, അവർക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. ഇന്ന് ഓതിയ തഹ്ലീൽ അവരുടെ ഖബറിൽ കിട്ടും, അവരാനന്ദിക്കും, അവർ സന്തോഷിക്കും. മഹാന്മാര് പറയുന്നു, കുടുംബത്തോടെ ചെയ്യുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുടുംബത്തിന് സന്തോഷിക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ബഹുമാനപ്പെട്ട ഇന്ന് നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമ്മൾ തഹ്ലീൽ ഓതുന്നുണ്ട്, പക്ഷേ അത് മാത്രം മതിയാവുകയില്ല. നമ്മുടെ ഇന്ന് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, അവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ഒരവസ്ഥ നമ്മൾക്കുണ്ട്. അവരെ നമ്മൾ കൃത്യമായി പരിപാലിക്കുക തന്നെ വേണം. നമ്മൾക്ക് മക്കളായപ്പോ അവരെ നമ്മൾ കൃത്യമായി നോക്കിയിട്ടില്ല എങ്കിൽ നമ്മളെ കാരണം കൊണ്ട് അവർ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പേടിച്ചതാണല്ലോ. എന്റെ മകന്റെ കാരണം കൊണ്ട് ഞാൻ നരകത്തിൽ പോകുമോ എന്ന പേടി എല്ലാ ദേവസ്യ ഫാമിലിയിലുള്ള നമ്മുടെ ഓരോരുത്തന്റെ ഖൽബിൽ വേണം. എന്റെ മകന്റെ കാരണം കൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകുമോ, എന്റെ മകൻ കൈപിടിച്ചുകൊണ്ട് നരകത്തിൽ എന്നെ ഊന്തിയിടുമോ എന്ന പേടി എല്ലാവർക്കും വേണമെന്ന് നമ്മൾ ഓർത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് സ്വർഗത്തിലേക്ക് പോകുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത് ഖാലിസ്. അതിനെന്താ പരിഹാരം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ കുടുംബങ്ങൾക്കിടെ ഖൽബിൽ സന്തോഷം പകർത്തുന്ന അത് ഏറ്റവും വലിയ നല്ല അമലാണ്, സ്വാലിഹായ അമലാണ്. അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വേദിയിൽ പ്രഭാഷണം നടത്തുന്ന കർണാടകയിലും കേരളത്തിലും ലോകത്തിൽ അറിയപ്പെട്ട അത്ഭുത പ്രഭാഷകൻ, അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഫൽ സഖാഫി കളസ ഉസ്താദ് അവരുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് കുറേ കാലം ദീനി ഖിദ്മത്ത് നടത്താൻ, കുറേ പ്രഭാഷണങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവിടത്തേക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു കുറേ കാലം ദീനിനെ ഖിദ്മത്ത് എടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. അതിന് പരിഹാരമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ സന്തോഷമിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ മറ്റൊന്നുമില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റുള്ളവരുടെ ഖൽബിൽ സന്തോഷമുണ്ടാവുക, എൻ്റെ ബാപ്പ എന്നെ കൊണ്ട് സന്തോഷിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല അമൽ. മോനെ, നീ കടയിലേക്ക് പോയിട്ട് ഒരു പാക്കറ്റ് പാല് കൊണ്ടുവരാ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഞാൻ ഇപ്പൊ പോയി കൊണ്ടുവരാ എന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്ന് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഉമ്മാനുണ്ടാകുന്ന സന്തോഷമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചിരിക്കലല്ല ഏറ്റവും നല്ല സദഖ, ഏറ്റവും നല്ല അമൽ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കലാണ്. കാരണം അങ്ങനെ ചിരിക്കുമ്പോൾ അവന് ഒരു സന്തോഷമുണ്ടാകുന്ന ലോകത്തിലെ ഏറ്റവും നല്ല അമൽ ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിനീൻ. അതുപോലെ തന്നെ അൽ കലിമത്തു ത്വയ്യിബ സദഖ. ഈ സന്തോഷമുള്ള നല്ല വാക്കുകൾ മറ്റുള്ളവന് പറയുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്ന അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല അമൽ. ഉള്ളി തിന്നൽ കറാഹത്താണ്. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ സഹോദരൻ അത് ബുദ്ധിമുട്ടാകുന്നു. ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ സന്തോഷമുണ്ടാക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല അമൽ. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു പ്രാവശ്യം ചോദിക്കുന്നു, ഏറ്റവും നല്ല സദഖ ഏതാണ് നബിയെ? വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തപ്പോൾ കുടിച്ചവന് സന്തോഷമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല നന്മ ഏതാണ് നബിയെ? ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഭക്ഷണം കൊടുത്തപ്പോൾ കടിച്ചവന് സന്തോഷമുണ്ടാകുന്നു. അഥവാ ലോകത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന അമലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അത് തന്നെ ചെയ്യണം. മക്കളെ കാരണം കൊണ്ട് ഉമ്മയും ബാപ്പയും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അമൽ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. നരകത്തിലേക്ക് പോകുന്നതിന് നമ്മൾ സൂക്ഷിക്കുക. അവർക്കെതിരായി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഉമ്മാന്റെയും ബാപ്പാന്റെയും അതുപോലെ തന്നെ യാത്രക്കാരന്റെയും ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ മോശപ്പെട്ടവരാണ്, നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ എൻ്റെ മകന്റെ പേരിൽ ഞാൻ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇമാം ഷഅറാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം, എൻ്റെ മകനായ അബ്ദുറഹ്മാൻ എന്നവർക്ക് കിതാബ് തിരിയുന്നില്ല, എത്ര പഠിച്ചിട്ടും ഇൽമു കയറുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഉസ്താദ് അവിടുന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാം അവിടുന്ന് മോനെ ശകാരിച്ചതല്ല, അടിച്ചിട്ടില്ല, അവരുപദേശിച്ചിട്ടില്ല. പിന്നെയോ അവിടുന്ന് രാത്രി ഇരുന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു. ഉമ്മാന്റെയും ബാപ്പാന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്നർത്ഥത്തിൽ. രാവിലെയാകുമ്പോൾ അത്ഭുതമാണ് കണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന മകൻ അവിടുന്ന് പഠിക്കാൻ തുടങ്ങി. അന്ന് മുതൽ നല്ല ഇൽമുള്ള വലിയ പണ്ഡിതനായിട്ട് മാറി. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി തങ്ങൾ തന്നെ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഒരു സൂഫിയായ ബാപ്പ അവിടുത്തെ ബാപ്പാന്റെ മകനെ കുറിച്ചിട്ട് നാട്ടുകാരെല്ലാവരും വന്ന് കംപ്ലൈന്റ് പറയുകയാണ്. ബാപ്പ, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ വലിയ സൂഫിയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വലിയ മഹാനാണ്. പക്ഷേ നിങ്ങളുടെ മകനാണെങ്കിലോ കള്ളും കുടിച്ചിട്ട് മൂക്കറ്റം കള്ളും കുടിച്ചിട്ട് അവിടെ നിന്ന് നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകനെ നിങ്ങളൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സൂഫിയായ ബാപ്പ പറയുന്നു, എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരിക്കലും എൻ്റെ മകൻ അങ്ങനെ കള്ളു കുടിച്ചു പോകൂല, ഞാൻ നല്ല തർബിയത്തോടെ വളർത്തിയതാണ് എന്ന് പറഞ്ഞപ്പോൾ വന്നവർക്കൊക്കെ ചെറിയൊരു നിരാശയായി. കാരണം നമ്മളൊക്കെ മോന്റെ തെറ്റുകളൊക്കെ പറഞ്ഞിട്ട് പോലും ബാപ്പ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന വിഷമമാണ്. അങ്ങനെ അവർ തിരിച്ചുപോയി. എന്താ ചെയ്യുക? അങ്ങനെ തിരിച്ചുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ കള്ളും കുടിച്ചിട്ട് റോഡിൽ നടക്കുന്ന ഈ മകനെ ഇങ്ങനെ ഒരു വസ്ത്രത്തിൽ ഇങ്ങനെ തുണിയിൽ
തുണിയിൽ കൊണ്ട് അവിടുന്ന് ചുരുട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഈ ബാപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ തുണി നിലത്ത് വെച്ചുകൊണ്ട് അതിനെ വിടർത്തി കാണിച്ചു കൊടുത്തപ്പോ അതിൽ മൂക്കറ്റം കള്ളു കുടിച്ചുകൊണ്ടിരുന്ന എന്റെ മകനെയാണ് അവിടുന്ന് കാണാൻ സഹിച്ചത്. ഈ ബാപ്പ അത്ഭുതത്തോടെ എന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന വിഷമത്തോടുകൂടെ അന്ന് രാത്രി ഇരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്. അത്ഭുതം എന്ന് പറയട്ടെ, രാവിലെ എഴുന്നേൽക്കുമ്പോ അന്ന് മുതൽ മഹാനവരുകൾ ഇമാം ഷഅറാനി തങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം, അന്ന് മുതൽ മരണം വരെ ആ മകൻ പിന്നെ കള്ളു കുടിച്ചിട്ടില്ല. കാരണം ബാപ്പാന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയാൽ മാത്രമേ അവർ നമ്മുടെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹദീസ് കേട്ടിട്ട് അഹങ്കരിക്കുകയല്ല വേണ്ടത്. ആ ഹദീസ് കേട്ടിട്ട് എന്റെ മകന് നരകത്തിലേക്ക് പോകണോ, എന്റെ മകൻ സ്വർഗത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്റെ മകനക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ട ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവര് നമ്മളാണ്. അതുകൊണ്ട് തന്നെ എന്റെ മകൻ സ്വർഗത്തിലേക്ക് പോകുന്ന നന്മകളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക, എന്റെ ജീവിതം ഒരു പാഠമാവുക, ഞാനൊരു പാഠപുസ്തകമായിട്ട് എന്റെ മകനാവുക. അങ്ങനെയാകുമ്പോഴാണ് എന്റെ മകൻ നാളെ ആഖിറത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. മക്കളോട് കാണിക്കേണ്ട പല കടമകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നൊക്കെ. ഞാനത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി കളസ ഉസ്താദ് അവர்கள் വേദിയിലുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും കുറെ കാലം ദീനി ഖിദ്മത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. കുറെ നന്മകൾ പഠിക്കാനും പഠിപ്പിക്കുവാനും റഹ്മാനായ അല്ലാഹ് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.